നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടെംപ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മേജറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിനു വേണ്ടി നമ്മളൊരു ടെംപ്ലേറ്റ് എടുക്കുകയാണ്. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ള ഈ ടെംപ്ലേറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സൈസിലുള്ള ഒരു പോസ്റ്റാണ് ഇവിടെ വരിക. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഡിസൈൻ എന്നുള്ള ഓപ്ഷനാണ്. ഇടതുവശത്ത് ഏറ്റവും മുകളിൽ കാണാം ഡിസൈൻ. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടെംപ്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ബ്ലാങ്ക് ആണല്ലോ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഡിസൈന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്ത് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കൊടുക്കാം. ഗ്രേഡിയൻ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. താഴെ ഗ്രേഡിയൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം, ഏതും കൊടുക്കാം. ഇതൊരു ഓപ്ഷനാണ്. ഇനി ഡിസൈനാണ് നമ്മൾ എടുക്കുന്നത്. ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ഡിസൈനും ഇവിടെ അവൈലബിൾ ആണ്. പ്രീമിയം ടെംപ്ലേറ്റ്സ് ഇവിടെ കിട്ടും. അത് CO ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയം ടെംപ്ലേറ്റ്സ് ഇവിടെ ഇഷ്ടം പോലെ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു കോഴ്സാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കോഴ്സ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഞാനിവിടെ ഈ ഓൺലൈൻ കോഴ്സ് എന്നുള്ള ആ ടെംപ്ലേറ്റ് ആണ് എടുക്കുന്നത്. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഫുഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ ഫുഡ് എന്നടിച്ചു കൊടുത്താൽ ഫുഡുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണും. ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത് കരുതുക. ഇത് വീഡിയോ ടെംപ്ലേറ്റ് ആണ്. നമുക്കൊരു നോർമൽ ടെംപ്ലേറ്റ് മതി. ഇപ്പോൾ ഇത് മതി എന്ന് കരുതുക. ഞാനത് സെലക്ട് ചെയ്തു. കണ്ടില്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് എഡിറ്റിങ്ങുകളുണ്ട്. അതാണ് നമ്മൾ നോക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണത്. ഇനി ഇതൊരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്താവുന്ന എഡിറ്റിങ്, അതാണ് ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് കാണാം. ഈ ഫോണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ട്സ് ഉണ്ട്. പല രീതിയിലുള്ള ഫോണ്ടുകളുണ്ട്. കണ്ടില്ലേ? മലയാളം ഫോണ്ടുകളൊക്കെ ഉണ്ട്. മലയാളം ഫോണ്ടുകളുടെ ക്ലാസ് വേറെ ഉണ്ട്. മലയാളം ഫോണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല. കാരണം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പല രീതിയിലുള്ള അക്ഷരങ്ങളാണ് വരിക. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫോണ്ട് മാറ്റാൻ ഇവിടെയാണ് ഓപ്ഷൻ ഉള്ളത്. ഇനി ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ഈ ട്രാൻസ്ഫോമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് ഫോണ്ട് സൈസ് ഉണ്ട്. അത് നമുക്ക് എത്ര യൂണിറ്റ് ആണ് കൂട്ടേണ്ടത് അത് ഇവിടെ കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഈ ഫോണ്ടിൽ തന്നെ നമുക്ക് ഡിസൈനിങ് ചെയ്യാവുന്നതാണ്. ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ മേലെ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഇഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഒരു ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിന് ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഡോ എപ്പോഴും ആ കളറിൻ്റെ ഒരു ലൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളറുണ്ട്, അത് മാറ്റാം. അപ്പോൾ ബ്ലാക്ക് ആയി കൊടുത്താൽ ബ്ലാക്ക് കളർ, ബ്ലാക്കിൻ്റെ ലൈറ്റ് കളർ ഉണ്ടാവും. ഓക്കെ, ഇനി ഓരോ കളർ മാറ്റി കൊടുത്താൽ അതിനനുസരിച്ചുള്ള മഞ്ഞ കളറാണെങ്കിൽ അങ്ങനെ ബേസിക് കളർ അതിൻ്റെ കളറിൻ്റെ ലൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ, ഇനി ഇഫക്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് ആയിട്ടുള്ള കളർ കാണാം. ഇനി ഹോളോ ആയിട്ടുള്ള ഓപ്ഷൻ ഒരു എഫക്റ്റ് ആണെങ്കിൽ അതുണ്ട്. കണ്ടില്ലേ? രൂപം മാറി. ഇനി സ്പ്ലൈസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഔട്ട്ലൈൻ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഔട്ട്ലൈനൊക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കൊടുക്കാം. ഇവിടെ കളറുണ്ട്, കളർ നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി എക്കോ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ ഗ്ലിച്ച് കളറാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. നിയോൺ കളറാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കളർ നിലവിൽ ഈ കളറാണ്. ഈ കളർ മാറ്റി നമുക്ക് ബ്ലാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആക്കാം. ഓക്കെ,
ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ നണ്ണ് കൊടുത്താൽ മതി. നോർമലി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആവാം. ഇനി ഇത് കർവ് ആയിട്ടുള്ള വളഞ്ഞ രൂപത്തിലുള്ള ഒരു ടെക്സ്റ്റാണ് വേണ്ടതെങ്കിൽ കർവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കർവ് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് കർവ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡിസൈനിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ലേ? ഇത്രയാണ് ഈ എഫക്ട്സ് ഉള്ളത്. ഇനി നിങ്ങളിതൊരു വീഡിയോ ആക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആനിമേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് വീഡിയോ നോക്കുമ്പോൾ നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു എലമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഇലയുടെ എലമെൻ്റ് ആണ് അല്ലേ? ഈ എലമെൻ്റ് എങ്ങനെയാണ് നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എലമെൻറ്റ്സ് കാണാം. ഷേപ്സ്, ഗ്രാഫിക്സ്, അങ്ങനെയൊക്കെ. പിന്നെ AI ഇമേജ് ജനറേറ്ററൊക്കെ ഉണ്ട്. ക്യാൻവയുടെ ഇമേജ് ജനറേറ്റർ അത്രക്ക് ഉഷാറായിട്ടില്ല. അത് വേറെ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ മറ്റുള്ള AI ടൂൾസിനെ അപേക്ഷിച്ച് ഇത് വളരെ ലോക്കലാണ്. എന്നിരുന്നാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ജനറേറ്റ് യുവർ ഓൺ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രീൻ ലീഫ് വിത്ത് ഫ്ലവർ ഇത് നമ്മൾ എടുത്തിട്ട് ജനറേറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ജനറേറ്റ് ആവും. ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ? വ്യത്യസ്ത തരത്തിലുള്ള ഇമേജസ് ഇവിടെ വന്നു. അതിന് നമുക്ക് ഇമേജസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്രാഫിക്സ് ആണ് വേണ്ടതെങ്കിൽ ഗ്രാഫിക്സ് എടുക്കാം. ഗ്രാഫിക്സ് ആണ് വേണമെങ്കിൽ ആ ഗ്രാഫിക്സ് കൊടുത്തിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ കിട്ടും. എ ലീഫ് വിത്ത് ഫ്ലവർ ഗ്രാഫിക്സ് എടുത്ത് ജനറേറ്റ് ഗ്രാഫിക്സ് കൊടുക്കാം. അപ്പോൾ ഗ്രാഫിക്സ് വരും. വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഗ്രാഫിക്സ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. PNG ഇമേജസ് പോലെയുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വീഡിയോ ആണ് വേണ്ടെങ്കിൽ വീഡിയോസ് എടുത്തിട്ട് എ ലീഫ് വിത്ത് ഫ്ലവർ എന്നടിച്ചിട്ട് ജനറേറ്റ് വീഡിയോ അടിച്ചു കൊടുത്താൽ അതിന് പറ്റിയ രൂപത്തിലുള്ള ഒരു വീഡിയോ ജനറേറ്റ് ആവും. ഒരുപാട് വീഡിയോസ് വരും. നമുക്ക് താല്പര്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു മാജിക് മീഡിയ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇതൊക്കെ പുതിയതായിട്ട് ക്യാൻവ ആഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ അധികം വേണ്ടത്ര AI ടൂൾസും ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ആപ്സ് എന്നുള്ള സെഷനിൽ നോക്കാം. അതിനൊക്കെ ഒരുപാട് പറയാനുണ്ട്. വീഡിയോ ഇപ്പോൾ ജനറേറ്റ് ആയിട്ട് വരും. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ മാജിക് മീഡിയയിൽ നമുക്ക് ഇമേജസ്, ഗ്രാഫിക്സ്, വീഡിയോസ് ഇത് മൂന്നുമാണ് നമുക്ക് മാജിക് മീഡിയയിൽ കിട്ടുന്നത്. നമുക്ക് AI ജനറേറ്റഡ് ടൂളാണ്. ഇതെല്ലാം നമുക്ക് മാറ്റം വരുത്താമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടില്ലേ? വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി. ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യാം. എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണ്. എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് ഇവിടേക്ക് ആഡ് ചെയ്യാനുള്ളത് അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒരു സ്പൂണാണ് വേണ്ടതുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പൂൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും വരും കേട്ടോ. ഓൾ ടൈപ്പ് വരും. ഗ്രാഫിക്സ്, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ എല്ലാം വരും. ഇത് നമുക്ക് വേണ്ടത് ഇവിടേക്ക് ആവശ്യമുള്ളത് ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസുമായി ബന്ധപ്പെട്ട സ്പൂൺസ് വരും. ഗ്രാഫിക്സ് ആണ് വേണ്ടതെങ്കിൽ അതും വരും. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളത് ഏതാണോ അത് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനെ നമുക്ക് ചെറുതാക്കണമെങ്കിലും വലുതാക്കണമെങ്കിലും ഒക്കെ ചെയ്യാം. അതുപോലെ ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ താഴെയുള്ള റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്, അതും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച്. ഇപ്പോൾ ഇതൊക്കെ ഇതിൽ ആഡ് പ്രോ ഫീച്ചറാണ്. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇമേജ്, ഇപ്പോൾ നിലവിലുള്ള ഇമേജ് തന്നെ നമുക്ക് അതിൻ്റെ
ഒപ്പാസിറ്റി ഒക്കെ കൂട്ടാനും കുറക്കാനൊക്കെ കഴിയും. അതിന് നമുക്കിവിടെ ഏതാണോ കുറയ്ക്കേണ്ടത് അത് എടുക്കുക. ഇതിപ്പോൾ സെലക്ട് ചെയ്തു ഞാൻ. എന്നിട്ട് മേലെ ട്രാൻസ്പാരൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പാരൻസി കുറക്കാം. അപ്പോൾ തീരെ കാണാതായി, ഇത്രയായി, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതും ചെയ്യാം. ഇനി എലമെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എലമെൻറ്റ്സ് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ചാപ്റ്ററിലും വ്യത്യസ്തമായ എലമെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഷേപ്പാണ് വേണ്ടതുണ്ടെങ്കിൽ ഷേപ്പ് ഇവിടെ കിട്ടും. കണ്ടില്ലേ, ഷേപ്സ് സി ഓൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ഷേപ്പുകളും ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒരു സർക്കിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. കണ്ടില്ലേ, ഈ കളറ് മാറ്റം വരുത്താം. വൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഒക്കെ മാറ്റം വരുത്താം. ഇതന്നെ തിരിക്കാം, പക്ഷെ ഇത് തിരിച്ചാലല്ലാതെ ഒരേപോലെ ആയതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ഇതിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതവിടെ ടൈപ്പായി. ഈ ടൈപ്പ് ചെയ്തത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം, ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇതാണ് എലമെൻറ്റ്സ്. ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ. എലമെൻറ്റ്സ് നമുക്ക് ഒരുപാട് വിശദമായിട്ട് പഠിക്കാനുണ്ട്. നമുക്കെന്തും എലമെൻറ്റ്സിൽ കൊടുക്കാം. ഉദാഹരണത്തിന് ഇതൊരു ഷാഡോ ആണ്. ഈ ഷാഡോ എങ്ങനെയാണ് നമ്മൾ കൊടുത്തത്? എലമെൻറ്റ്സിൽ വന്നിട്ട് ഷാഡോ എന്ന് കൊടുത്തു. ഷാഡോസിൽ ഇവിടെ ഗ്രാഫിക്സ് വരും, ഒരുപാട് ഷാഡോസ് വരും. അതിൽ നമുക്ക് താല്പര്യമുള്ള ഷാഡോ ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഷാഡോ വേണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതാക്കാം. ഷാഡോ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസൈനിങ്ങിൽ വളരെ അട്രാക്റ്റീവ് ആക്കി തോന്നിക്കാനുള്ള ഒരു ഓപ്ഷനാണല്ലോ ഷാഡോ ഒക്കെ. അതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഇതൊക്കെ ഓരോ ഡിസൈൻസ് ആണ്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഇവിടുന്ന് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് താല്പര്യമുള്ളത് ഇവിടെ കിട്ടുന്നില്ല എന്നെങ്കിൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് ഇവിടുന്ന് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ വെബ്സൈറ്റിൻ്റെ ഒരു എലമെൻറ്റ് കൊടുക്കണം. ഒരു വെബ്സൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോഗോ നമുക്ക് കിട്ടും, വെബ്സൈറ്റിൻ്റെ ഐക്കൺ. അത് നമുക്കിവിടെ കൊടുക്കാം. ഈ ഐക്കണിനെ നമുക്ക് ചെറുതാക്കി, വളരെ ചെറുതാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒപ്പം കൊടുക്കാം. കണ്ടില്ലേ, ഇതിന് ആപ്റ്റായിട്ടുള്ള രൂപത്തിൽ ചെറുതാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐക്കണൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഐക്കൺ നമുക്ക് യൂട്യൂബ് ഐക്കൺ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജസ് കിട്ടും. അതിൽ നല്ലത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെടുക്കുക. ഞാനിത് സേവ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതിൻ്റെ ഇത്രയും വലിയ ഭാഗം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കിത് ഒന്ന് സെലക്ട് ചെയ്ത് ചെറുതാക്കാം. ചെറുതാക്കിയ ശേഷം ഈ ഇമേജിനെ തന്നെ ചെറുതാക്കി കൊണ്ടുവരാം. ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെയും കൊടുക്കാം. ഇൻസ്റ്റഗ്രാം സർക്കിളായിട്ടുള്ള ഐക്കണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സർക്കിൾ ഐക്കൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ സർക്കിൾ രൂപത്തിലുള്ള ഐക്കൺ കിട്ടി. നമ്മളത് സേവ് ചെയ്യുന്നു. ഇതിലേക്ക് കൊണ്ടുവരാണ്. കൊണ്ടുവന്നിട്ട് നമ്മളത് ചെറുതാക്കിയിട്ട് ഇതേ സൈസിൽ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഐക്കണിൻ്റെ അതേ സൈസിൽ തന്നെ ഇതാക്കി മാറ്റണം. എന്നിട്ട് ഇത് എടുത്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പൊസിഷനിങ് ഒക്കെ കറക്റ്റ് ആക്കണം. അങ്ങനെ ഏത് ഐക്കൺസും നമുക്കിവിടെ കൊടുക്കാം. അത് കൊടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരോ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക. ഇതൊന്നെ രണ്ടും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് സെലക്ട് ചെയ്യുമ്പോൾ അത് മൊത്തമായിട്ടാണ് വരിക. ഓക്കെ, അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യാം. ആ ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ഥാനം മാറ്റണം. ഉദാഹരണത്തിന് ഈ ഇലയും ഈ പാത്രം ഇവിടെ നിൽക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ പാത്രത്തിനെ ഇലയുടെ താഴെയാണല്ലോ ഉള്ളത്, അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏതാണോ വേണ്ടത് അത് എടുക്കുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പൊസിഷൻ അത് എടുത്തിട്ട് ഇതിപ്പോൾ ബാക്കിലേക്കാണ് കൊണ്ടുപോയി ടു ബാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്കായി. ഓക്കെ, ഇനി ഇതിനെ ഇരട്ടിപ്പിക്കണം. ബാക്ക് അത് പൊസിഷനിങ്ങിൻ്റെ കഴിഞ്ഞു, അത് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ടു ഫ്രണ്ട് എന്ന് കൊടുക്കാം, ബാക്ക്വേർഡ് അതൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഒന്നുകൂടെ നമുക്ക് വേണം. നമുക്ക് ഇനി ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഒന്നുകൂടി നമുക്ക് കിട്ടും. ഈ ഇല മൊത്തമായിട്ട് ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണാം ഈ ഇല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ട് അതിന് നമുക്ക് ഒപ്പാസിറ്റി ഒക്കെ കുറച്ച് കൊടുക്കും. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ട്രാൻസ്പാരൻസി കുറച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒരു രൂപങ്ങളാണ്, അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാം. ഓക്കെ, ഇനി ഒരു പിക്ചർ എടുത്ത് നമ്മൾ ഉദാഹരണത്തിന് ഞാനൊരു പിക്ചർ ഇതിലേക്ക് കൊണ്ടുവരാണ്. ഇപ്പോൾ ആപ്പിൾ എന്നുള്ള പിക്ചറാണ്, ആപ്പിളിൻ്റെ പിക്ചറാണ് വേണ്ടത്. ആപ്പിൾ എടുത്തു, ഗ്രാഫിക്സ് എടുത്ത് ഫോട്ടോസ് തന്നെ എടുക്കാം. ഈ ആപ്പിൾ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇതിനെ നമുക്ക് പല രീതിയിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ആപ്പിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് മേലെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് അത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, BG ജനറേറ്റർ. ഇപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. BG ജനറേറ്റർ കൊടുക്കുക. എന്ത് ജനറേറ്റ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്, ഫ്യൂ ചിൽഡ്രൻ എന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. കുറച്ച് കുട്ടികളാണ് ആപ്പിളിൻ്റെ ചുറ്റുമുള്ളത്, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്താണ് വേണ്ടത്, ഇതൊക്കെ പുതിയ പുതിയ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നതാണ്, കണ്ടില്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടണമെന്നില്ല, കണ്ടില്ല. ഇതിപ്പോൾ ഞാൻ ഫ്യൂ ചിൽഡ്രൻ കൊടുത്തപ്പോൾ അതിനനുസരിച്ചുള്ളതല്ല വന്നത്. അത്രയും ഇത് ഡെവലപ്പ് ആയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണിത്. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊന്നും ആർക്കും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് ഇതിലേക്ക് കൊണ്ടുവന്നത്, അതിപ്പോൾ ക്യാൻസൽ ചെയ്യാണ്. ഇനി മാജിക് ഇറേസർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മായ്ച്ച് കളയുന്നെങ്കിൽ മാജിക് ഇറേസർ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ബ്രഷിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഇല ആണ് കളയാൻ ഉദ്ദേശിക്കുന്നത് ഇതാ, ഇറേസ്, എന്നിട്ട് ഇറേസ് കൊടുക്കുക. അപ്പോൾ അത് ഇറേസ് ആവും. ഇറേസായി, നമുക്കിത് ക്ലോസ് ചെയ്യാം. അത് ഇറേസ് ചെയ്ത പിക്ചറാണ് ഇതിലേക്ക് വരിക. ഇനി അടുത്തത് എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് മാജിക് ഗ്രാബ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മാജിക് എഡിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇതിൻ്റെ തന്നെ കളർ, ഇതിൻ്റെ ഫിൽറ്റർ ചെയ്തിട്ടൊന്നും നമുക്ക് കളർ മാറ്റാവുന്നതാണ്. പല രീതിയിലുള്ള കളർ മാറ്റാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കൂട്ടാം. കണ്ടില്ലേ, കളർ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ബ്ലാക്ക്, മോണോ കളറൊക്കെ ആക്കാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി ഷാഡോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഷാഡോ നമുക്ക് കൊടുക്കണം. ഷാഡോസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഷാഡോസ് കാണാം. ഗ്ലോ ഷാഡോ ഉണ്ട്, ഡ്രോപ്പ് ഷാഡോ ഉണ്ട്, ഔട്ട്ലൈൻ ഷാഡോ, കേർവ്ഡ് ഷാഡോ, പേജ് ലിഫ്റ്റ്, ആംഗിൾഡ്, ബാക്കിലേക്ക് കാണിക്കുന്ന ഷാഡോ. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ബ്ലർ എത്ര കൂട്ടണം, ഡയറക്ഷൻ എങ്ങോട്ടാണ് മാറ്റേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ് ഇത് മാറ്റേണ്ടത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, അതൊക്കെ നമുക്ക് മാറ്റാം. എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഡോട്ടോട് കൊടുക്കാം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്ലറാക്കണമെങ്കിൽ അങ്ങനെ ബ്ലറാക്കാം. എവിടെയൊക്കെയാണ് ബ്ലറാക്കേണ്ടത്, ഇപ്പോൾ ഇതൊക്കെ ബ്ലറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്ലറാക്കാം. കണ്ടില്ലേ, ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതൊക്കെ എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്യണം, അല്ല വെറുതെ ബ്ലറാക്കിയിട്ട് കാര്യമില്ല. ബ്ലർ ജനറേറ്റ് ആയി വരും, കണ്ടില്ലേ. ബ്ലറായിട്ടുള്ള രൂപത്തിലുള്ള ഇമേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ആപ്സ് ഉണ്ട്. ആപ്സ് നമുക്ക് പിന്നെ വിശദമായിട്ട് പഠിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു മേജറായിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ
ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ടൂൾസ്. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. ഓട്ടോ ഫോക്കസ്, ഫേസ് റീടച്ച്, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ സമയത്ത് ഓരോ ആക്ടിവിറ്റി വരുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ചാപ്റ്ററിൽ ഇത്രയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു.